നമസ്കാരം. ദേവരാജശ്രീയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. അപ്പോൾ ഇന്ന് ദേവരാജശ്രീയുടെയും ദേവരാജശ്രീയോടൊപ്പം പ്രേക്ഷകരുടെയും ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വിഷുവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ വിഷുദിനത്തോടനുബന്ധിച്ച് ദേവരാജൻ മാസ്റ്ററുടെ ഏത് ഗാനമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് മുഖവുരയുടെ ഒന്നും ആവശ്യമില്ല. വിഷുദിനം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഈ ഗാനമില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. പുതിയ തലമുറയാകട്ടെ പഴയ തലമുറയാകട്ടെ ഈ ഗാനമില്ലാത്ത ഒരു വിഷുവും അവർക്കില്ല. അപ്പോൾ ഇന്ന് ആ ഗാനത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മധുവങ്കിളിലേക്ക് കടക്കുന്നു. സിനിമയുടെ വിശേഷങ്ങളും ആ പാട്ടിന് പുറകിലുള്ള കഥകളും നമുക്ക് കേൾക്കാം. മധുവങ്കിൾ. ആതിര പറഞ്ഞതുപോലെ ദേവരാജശ്രീയുടെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ ഞാനും നേരുകയാണ്. അപ്പോൾ ഇന്ന് ആതിര പറഞ്ഞു നിർത്തി വിഷു എന്ന് പറയുമ്പോൾ ഈ ഒരു ഗാനം എല്ലാ മലയാളികൾക്കും അറിയാമെന്ന്. തീർച്ചയായിട്ടും വിഷുവിൻ്റെ ഒരു മുദ്രാഗീതം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഇതിന് പകരം വയ്ക്കാവുന്ന ഒരു പാട്ടും ഇന്നോളം മലയാളികൾ കേട്ടിട്ടില്ല, ഇനി കേൾക്കാനും പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 1964 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ ഓമനക്കുട്ടൻ എന്ന സിനിമയിലെ ഗാനമാണ് ആതിര സൂചിപ്പിച്ചത്. ഇത് KS സേതുമാധവൻ സാർ സംവിധാനം ചെയ്ത ഈ ചിത്രം തകഴിയുടെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇതിന് തിരക്കഥയും സംഭാഷണവും എഴുതിയ തോപ്പിൽ ഭാസിയാണ്. സത്യൻ, അംബിക എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചതാണ് ഈ ചിത്രം. ഇത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ കാണാൻ പോയത്. ഈ സിനിമ കാണാൻ പോയതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ അച്ഛൻ അമ്പലപ്പുഴ തകഴിക്ക് അടുത്തുള്ള അച്ഛൻ്റെ വീട്. അച്ഛന് തകഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തകഴിയുടെ ഏത് സിനിമ വന്നാലും അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകും. സിനിമാ പ്രേമിയായിട്ടല്ല, തകഴിയുടെ കഥയായതുകൊണ്ടാണ് ഈ സിനിമ കാണാനും കൊണ്ടുപോയത്. എനിക്ക് ഓർമ്മ ആ ഇച്ചിരി മഴ പെയ്തൊരു സമയം കൊല്ലത്തെ കൃഷ്ണ തിയേറ്ററിലായിരുന്നു ഈ സിനിമ. 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇത് എന്നെ കണക്കൊരു കൊച്ചു പയ്യൻ്റെ ഒരു കഥയാണ്. ഈ പയ്യന് അച്ഛനില്ല എന്നല്ല, അച്ഛനുണ്ട്. അച്ഛൻ ഒരു പ്രത്യേക പ്രശ്നത്തിൽ പിണങ്ങി മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വലിയ നിരാശയാണ്, അച്ഛനില്ല. അതിനോട് ഈ സിനിമ ഒരു അന്തർനാടകമുണ്ട്. ധ്രുവൻ്റെ കഥ ഇതിൽ അന്തർനാടകമായിട്ട് ദേവരാജ മാസ്റ്റർ ഒരു പാട്ടുണ്ട്. അപ്പോൾ ഈ എങ്ങനെ കഥ, അപ്പോൾ ഈ പയ്യൻ്റെ ദുഃഖങ്ങളാണ് ഈ സിനിമ. അതാണ് ഓമനക്കുട്ടൻ എന്ന പേര് തന്നെ. അംബിക എന്ന അമ്മ. അപ്പോൾ ഈ കുട്ടി അച്ഛൻ പിണങ്ങി നിൽക്കുക വെച്ചാൽ അന്നൊക്കെ ഈ മാറ്റക്കല്യാണം എന്നൊരു കല്യാണമുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ. കാരണം ഒരാളിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ആ കുടുംബത്തിൽ തന്നെ അടുത്ത ഒരു ആങ്ങളെയും പെങ്ങളും ആ വീട്ടിലെ സ്ത്രീകളെയും പുരുഷനെയും അങ്ങനെ ഒരു ബന്ധം ഒലച്ചിലുണ്ടാകുന്നുണ്ട്. ആ ഒലച്ചിലുണ്ടാകുമ്പോഴത്തേക്കാണ് എൻ്റെ സഹോദരിയെ കെട്ടാതെ എൻ്റെ അളിയൻ വേറെ പോയി കല്യാണം കഴിച്ച ദേഷ്യത്തിൽ ഞാനെന്നാ നിൻ്റെ പെങ്ങളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ അമ്മയുടെയും കുട്ടിയുടെ സംഘർഷമാണ് തകഴി ബേസ് ചെയ്യുന്നത് സേതുമാധവൻ്റെ കഥയിൽ. അപ്പോൾ ആ അമ്മ വിഷുക്കാലത്ത് മകനുമായിട്ടിരുന്ന് പാടുന്ന പാട്ടാണ് കണി കാണും നേരം കമലാനേത്രൻ്റെ എന്നുള്ള ഗാനം. അതുകൊണ്ട് ഈ പറഞ്ഞ കഥ എന്തായാലും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഈ സിനിമ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഈ സിനിമ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതിന്റെ കഥ എങ്ങനെയാണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഈ സിനിമ പ്രേക്ഷകരുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഉപകാരമായിരിക്കും. ഇല്ല, ഇത് ഇങ്ങനെ കുറേ പ്രിന്റുകൾ നമ്മുടെ RK ലാബ് എന്നൊരു ലാബ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ മലയാള സിനിമയുടെ പ്രിന്റുകൾ വളരെ ചിലവ് ചുരുക്കി എടുക്കുന്ന സിനിമയാണ്. ആ സിനിമയുടെ പ്രിന്റ് വർഷം തോറും മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഇളക്കി ഓയിലൊക്കെ ഇട്ട് കഴുകി അതിന് ചാർജ് കൊടുക്കണം. ഈ ചാർജ് അടയ്ക്കാൻ ഈ നിർമ്മാതാവിൻ്റെ ചിലപ്പോൾ പൈസ കാണത്തില്ല. അതുകൊണ്ട് ഒരു പേടിച്ച് ചെല്ലത്തില്ല. ഇത് ഒട്ടിപ്പിടിച്ച് അവസാനം ഇത് കട്ട പിടിച്ചിട്ട് ഇത് സെല്ലിലോയിഡ് എന്നൊരു സാധനം വെള്ളി ഉരുക്കി വയ്ക്കും. അതിന് വെള്ളിത്തിര എന്നുള്ള പേര് വന്ന ഇതിങ്ങനെ ഒരിക്കൽ തീ പിടിച്ച് നശിച്ച് അങ്ങനെ കുറേയധികം മലയാള സിനിമയുടെ പ്രിൻറ്റുകൾ നമുക്കിന്ന് ലഭ്യമല്ല. അങ്ങനെ വന്നതാണ് ഈ സിനിമയുടെയും പ്രിൻ്റ് ഇന്ന് ലഭ്യമല്ലാത്ത. പക്ഷേ എനിക്കന്ന് കണ്ടതിൻ്റെ കുറച്ച് ഓർമ്മയും പിന്നെ എനിക്കറിയാമല്ലോ ഈ കഥ പണ്ട് ഈ കൊച്ചിൻ്റെ കഥയാണ്. ഞങ്ങളെപ്പോലെ എൻ്റെ അച്ഛൻ കൊണ്ടുപോയത് ഒരു പയ്യൻ്റെ സംഘർഷമായതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് ഈ പാട്ട് രംഗം ഞങ്ങളുടെ അമ്മയൊക്കെ പണ്ട് വേറൊരു തരത്തിലാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രകാശ് ഹിന്ദു ഭക്തി ഗാനങ്ങൾ
ഒരുപാട് ഗാനങ്ങൾ പരമ്പരയായിട്ട് ഇങ്ങനെ ആരൊക്കെയോ വായ്മൊഴിയായിട്ട് പാടി ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അതിന് എഴുതി ടൈറ്റിൽ പരമ്പരാഗത ഗാനം എന്നാണ് എഴുതി കാണിക്കുന്നത്. വല്ലാത്ത പാട്ടാണ്. അപ്പോൾ ഒരിക്കൽ മധു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ദേവരാജ മാസ്റ്ററിന്റെ അമ്മ സ്ഥിരമായിട്ട് പാടുന്നു. അത് എൻ്റെ വീട്ടിൽ ദേവരാജ മാസ്റ്റർ അമ്മ പാടും. അർക്ക സൂര്യ ദിവാകര എന്നൊരു പാട്ട്, ഈ പാട്ട് അങ്ങനെ കുറെ അമ്മ പാടുന്ന പണ്ടത്തെ രീതിയിലാണ്. ഈ കഥയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഈ കുട്ടിയും അമ്മയും കൂടെ, അച്ഛനില്ല. അപ്പം അമ്മ മകനാശ വിഷുക്കണിയിൽ ഒരുക്കി വെച്ചിട്ട് പാടുന്ന പാട്ടാണിത്. അപ്പോൾ ഇത് അമ്മയെ കൊണ്ട് പാടിച്ചു. ഒന്നും കൂടെ അമ്മയെടുത്ത് ഈ പാട്ട് പാടാൻ പറഞ്ഞു. ഇതിൻ്റെ റെക്കോർഡിങ് കാണുമ്പോൾ അമ്മയൊന്ന് പാടാൻ പറഞ്ഞു. അമ്മ ഇരുന്നുകൊണ്ട് നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ മാസ്റ്റർ പാടി കേൾപ്പിച്ചു. മാസ്റ്ററിൻ്റെ അമ്മ പാടുന്ന രീതിയിൽ മാസ്റ്റർ അതിൽ നിന്നും സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ള അത് പ്രകാശ് പറഞ്ഞു തരും. എനിക്ക് അതിൻ്റെ രീതിയിൽ പറയാറുണ്ട്. അന്ന് തൊട്ട് ഈ 64 തൊട്ട് ഈ പാട്ട് കേരളത്തിൽ എവിടെ വിഷു ഉണ്ടോ ഈ ഗാനമാണ് മുദ്രാഗീതം. വിഷു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഈ പാട്ടില്ലാതെ വിഷുവില്ല. അത്രയ്ക്കും മനോഹരമായിട്ട് ഇതിനപ്പുറം ഒരു വിഷുഗാനം ഇനി ഉണ്ടായിട്ടില്ല എന്ന് പല സംഗീത സംവിധായകരും പല സന്ദർഭങ്ങളിലും പറഞ്ഞു കേട്ടായിട്ട് അറിവുണ്ട്. മാത്രമല്ല ഒരു സിനിമയിൽ റീ റെക്കോർഡിംഗ് ആയിട്ടും ഈ ഒരു സിനിമയിൽ അത് വന്നിട്ടുണ്ട്. അത് നന്ദനത്തിൽ. അതെ. അപ്പോൾ അത്രയും മഹത്വമുള്ളൊരു പാട്ടാണിത്. അപ്പോൾ ഈ പാട്ട് ഈ ഇങ്ങനെ ഇത് അപ്പോൾ ഇതിന് ഈ വിഷുവിനൊരു പ്രത്യേകതയും കൂടെ. മാസ്റ്റർ വിഷുവിനെ അങ്ങറ്റം സന്തോഷപൂർവ്വമായൊരു അവസരമായി കണ്ടിരുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും കൊല്ലത്ത് താമസിക്കുമ്പോഴും മദ്രാസിലാണെങ്കിൽ പോലും എവിടെയാണെങ്കിൽ പോലും പരവൂരാണെങ്കിലും വിഷു സമയത്ത് വീട്ടിലെത്തി കല്യാണം കഴിഞ്ഞതിന് ശേഷം 4 മണിയാകുമ്പോഴത്തേക്ക് അമ്മച്ച മാസ്റ്ററിൻ്റെ വൈഫ് ലീലാമണി അമ്മ, വൈഫിൻ്റെ വൈഫ് വിഷുക്കണി ഒരുക്കി മാസ്റ്ററെ കൊണ്ട് കാണിക്കും. പിന്നീടാണ് പിള്ളേരൊക്കെ 6 മണിക്ക് എഴുന്നേൽത്തുള്ളൂ. ഈ വിഷുക്കണി കണ്ടാൽ ആദ്യമായിട്ട് മാസ്റ്ററിൻ്റെ ഭാര്യയ്ക്ക് ലീലാമണി അമ്മയ്ക്ക് ആദ്യം കൈനീട്ടം കൊടുക്കും. തിരിച്ച് മാസ്റ്ററിൻ്റെ ഭാര്യ ലീലാമണി അമ്മ മാസ്റ്റർ കൊടുക്കും. മാസ്റ്റർ ആദ്യം പിടിക്കുന്ന കൈനീട്ടം മാസ്റ്ററിൻ്റെ പത്നിയുടെ കയ്യിൽ നിന്നാണ്. അതിൻ്റെ ഐശ്വര്യമാണെന്ന് മാസ്റ്റർ എപ്പോഴും പറയും. മാസ്റ്ററിൻ്റെ വീട്ടിൽ ഈ തമിഴ് ആൾക്കാർക്കുണ്ട്. അവിടെ വരുന്ന എല്ലാ അതിഥികൾക്കും നിൽക്കുന്ന ജോലിക്കാർക്കും ഇങ്ങനെ കൈനീട്ടം കൊടുക്കും. അപ്പോൾ അവിടെ തമിഴ് ജോലിക്കാർ വയ്ക്കും, ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ വിഷുവിന് ഇങ്ങനെ ഒരു രീതി കൊണ്ട് കൈനീട്ടം കൊടുക്കുക. അത് ആദ്യമായിട്ട് തുടങ്ങി വെച്ച മാസ്റ്ററാണ്. ഓണസദ്യ പോലെ മാസ്റ്റർ എല്ലാ മ്യൂസീഷ്യൻസിനും കൊടുക്കുമായിരുന്നു. വിഷുവിന് മാസ്റ്റർ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി പാട്ടിൻ്റെ സന്ദർഭം എന്താണ്? പാട്ടിൻ്റെ സന്ദർഭം ഒരു വിഷുക്കാലത്ത് എല്ലാം പക്ഷേ ഇവിടെ ആരുമില്ല, അച്ഛനില്ല. അച്ഛനുണ്ടെങ്കിൽ ദൂരെ വീട്ടിലോട്ട് വരത്തില്ല. മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണിയൊക്കെ ഒരുക്കി സന്തോഷപൂർണ്ണമായിട്ട് കണി കൊടുക്കുകയും അപ്പോൾ ആ മകൻ്റെ ദുഃഖങ്ങൾ അമ്മ ഒരുവിധം ദൂരീകരിക്കുന്നതാണ്. ആ കുട്ടിയുടെ ശിശുക്കളായുള്ള സഖിമാരും എന്നൊക്കെ ആ കുട്ടികളുടെ പദവും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. മകനെ ആശ്വസിപ്പിക്കുന്നതാണ്. ഈ കഥയിൽ അവസാനം ഈ മകൻ അസുഖം വരുന്നതും ഡോക്ടർ മരിച്ചു എന്ന് പറയുന്നതും അവസാനം ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കുന്നത് അച്ഛൻ വരുന്നത് ഒരു തെറ്റുകൊണ്ട് മറ്റൊരു തെറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്ന് ഈ അച്ഛൻ മനസ്സിലാക്കുകയും അച്ഛൻ മകൻ്റെ അടുത്ത് വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ അസുഖം മാറുന്നതാണ് കഥ. അങ്ങനെ ശുഭപര്യാസം അവസാനിക്കുന്ന കഥയാണിത്. അതാണ് സ്നേഹത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് അമ്മ വിഷക്കെ ഒരുക്കി വെച്ചിട്ട് പാടുന്ന ഒരു ഗാനം. സത്യനാണ്. ഈ സിനിമയിൽ ടോട്ടൽ 7 പാട്ടാണ്. അതിൽ ഒരു പാട്ട് സുശീലാമ്മയും AM രാജയും സെപ്പറേറ്റ് ആയിട്ട് പാടുന്നുണ്ട്. അങ്ങനെ 8 ആയിട്ട് വരും ഇതിൽ. കാരണം ഇത് എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഈ പുസ്തകം മാസ്റ്ററിൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടി നമ്മുടെ ഗീതികളിൽ അതിൻ്റെ രചനയിലാണ് എനിക്കിത് മനസ്സിലാവുന്നത്. ഇതിനകത്ത് ഇത്രയും പാട്ടുള്ള കാര്യം. അതിൽ പിന്നെ ഒരു പാട്ട്, ഒരു ധ്രുവന്റെ കഥ പറയുന്ന പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ബാക്കി എല്ലാ പാട്ടും കേട്ടിട്ടുണ്ട്. അന്തർനാടകം അത് കേട്ടിട്ടില്ല. ബാക്കി എല്ലാ പാട്ടും കേട്ടിട്ടുണ്ട്. ഇതിൽ 4 പാട്ടും സുശീലമ്മ പാടിയിരിക്കുകയാണ്. ഈ ഒരു പാട്ട് അവൈലബിൾ അല്ലാത്തുള്ളൂ. ഈ ഒരു പാട്ട് കേട്ടിട്ടില്ല. ബാക്കി എല്ലാ പാട്ടും ഉണ്ട്. ഇതിൽ 4 പാട്ട് സുശീലമ്മ പാടിയിട്ടുണ്ട്. ആകാശഗംഗയുടെ കരയിൽ കൂടെ ഒറ്റയ്ക്ക് കൂടെ ചേർത്ത്. അഷ്ടമി രോഹിണി രാത്രി. ഇതിനകത്ത് ഇല്ലത്തമ്മ കുളിച്ചു എന്നുള്ളൊരു പാട്ട് അന്ന് അത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ കേട്ടിട്ടുണ്ട് പാട്ട്, റേഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലത്തമ്മ. പിന്നെ ഉള്ളത് താലൂലമാടാതെ താമരപ്പൈതിൽ ഉറങ്ങാനെന്ന് പറയുന്നത് താരാട്ട് പാട്ടുണ്ട്. നല്ല പാട്ടാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും പാട്ടുകളിൽ പക്ഷേ യേശുദാസ് സാറ് ഇതിനകത്ത് പാടിയിട്ടില്ല. ബാക്കി എല്ലാവരും പാടിയിട്ടുണ്ട്. ഉദയഭാനു ചേട്ടനാണ് മറ്റേ ആ പാട്ട് പാടിയതാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ കൂടെ ഉള്ളത് ധ്രുവന്റെ കഥയിൽ ഉദയഭാനു ചേട്ടനും പീലില്ല അമ്മയും അവരെല്ലാം കൂടെ പാടിയിരിക്കുക. പിന്നെ ഒരു മാപ്പിള മൈലാഞ്ചി പാട്ടുണ്ട് ഇതിനകത്ത്. അത് നല്ല പാട്ടാണ്.
നമ്മുടെ AP കോമളയും രേണുവയാണെന്ന് തോന്നുന്നു അവർ പാടിയേക്കുന്നത് മൈലാഞ്ചി ഗാനം. കുപ്പി വെള്ളക്കൈ. കുപ്പിവെള്ള കയ്യില്. ഈ വിഷുവിന്റെ പാട്ട് കേട്ടിട്ടുണ്ട് അന്നേരം തന്നെ. വിഷുവിന്റെ പാട്ട് അതാണ്. നമ്മൾ അത് ഇഷ്ടമാണല്ലോ. അന്ന് തൊട്ടേ ഈ കണി കാണുന്ന നേരം വിഷു ആ, ചെറുപ്രായത്തിൽ പിന്നെ എല്ലാ വിഷു ആഘോഷങ്ങൾക്കും ഈ പാട്ട് വെക്കും. ഈ ഗാനം ദേവരാജൻ മാസ്റ്റർ രാഗമാലികയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. രാഗമാലിക എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഒന്നിൽ കൂടുതൽ രാഗങ്ങൾ ഇതിനകത്ത് സംയോജിപ്പിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് രാഗമാലിക മാസ്റ്ററിനകത്ത് സംയോജിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജനകീയ രാഗം, മാസ്റ്ററിന് ഏറ്റവും ഇഷ്ടമുള്ള ജനകീയ രാഗമായ മോഹനത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഹനം, പിന്നെ ആനന്ദഭൈരവി, ആരഭി, ഹിന്ദോളം, വസന്ത, അങ്ങനെ 5 രാഗങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ രാഗത്തിന്റെയും ആരോഹണം അവരോഹണം, അതായത് ആ രാഗത്തിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് തുടങ്ങിയിട്ട് ഗാനത്തിലേക്ക് മോഹനം അല്ലേ, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. അതെ അതെ. ആദ്യത്തെ മോഹനം. സരി ഗ പധ സ സധ പഗരി സ കനി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുളി ചാർത്തി കനകക്കിങ്ങി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ഈ ഒരു ഭാഗം കേട്ടപ്പോൾ ശരിക്കും വിഷു വന്നതുപോലെ ഞാൻ വിഷുക്കണി കണ്ണ് തുറന്ന പോലെ ആ ആഭരണങ്ങൾ, കനക കിങ്ങിണി, വളകൾ, മോതിരമൊക്കെ എൻ്റെ കൺമുമ്പിൽ കാണുമായിരുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ നമിച്ചു പോകണം ഞാനിതിനകത്ത്. ഈ ആതിരപ്പാടി വർണ്ണനകളെ നമുക്ക് ഇങ്ങനൊരു ഈ രാഗമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നമ്മളൊരു വിഷുവിൻ്റെ തലത്തിലേക്ക് എത്തിക്കാൻ ഈ രാഗത്തിന് രാഗവും വരികളും, പക്ഷെ വരി പൂന്താനം എന്നൊക്കെ പല സ്ഥലത്തും കാണുന്നു, നമുക്ക് അറിയില്ല. അതെയാണ്, പക്ഷെ എനിക്ക് വരിയേക്കാൾ കൂടുതൽ സംഗീതം കൊണ്ട് ഞാൻ ലയിച്ചു പോയത്. ഈ ഒരു ഈണമാണ് നന്ദനം എന്ന സിനിമയില് അവസാനം വരെ ആ സിനിമയെ കൊണ്ടുപോകുന്ന. അതെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതില് ഫുൾ കൃഷ്ണനെ പറ്റിയും ഗുരുവായൂരപ്പനെ പറ്റിയുമാണല്ലോ. അപ്പൊ ആ ഒരു വർണ്ണനകളും എല്ലാം പെട്ടെന്ന് മനസ്സിൽ വരും. അപ്പൊ അത് അത്രത്തോളം മലയാളികളിൽ വേരൂന്നി കിടക്കുന്ന ഒരു പാട്ടാണ് അതിന്റെ അർത്ഥം. അടുത്ത ഏതാണ് രാഗം? അടുത്ത വരികളിലേക്ക് കിടക്കുമ്പോൾ അടുത്തത് ആനന്ദഭൈരവി. ആനന്ദഭൈരവി. സഗരി ഗമ പധ പസ സാനി ധ പ മഗരി സ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഈ ഒരു ഭാഗം മലർമാതിൻ കാന്തൻ, ആ ഒരു ഭാഗം വരുമ്പോൾ ഒരു വിഷമം ആണ് മനസ്സിൽ വരുന്നത്. എന്തൊക്കെയോ കഴിഞ്ഞു പോയല്ലോ നമ്മുടെ ആ പണ്ടത്തെ വിഷു ഓർമ്മകൾ, കൈനീട്ടം, മുത്തശ്ശൻ മുത്തശ്ശി, അങ്ങനെ ഇപ്പോൾ പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ ചിലരുടെ ഒന്നും വേണ്ടപ്പെട്ട ഒരു കൂടെ ഉണ്ടാവില്ല, അന്ന് കൂടെ ഉണ്ടായിരുന്നവർ, വിഷു കോടി കിട്ടിയത്. പക്ഷെ മലബാർ ഭാഗത്തേക്ക് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുള്ള ആഘോഷമാണ്. അപ്പൊ അതുപോലത്തെ ഓർമ്മകളൊക്കെ പെട്ടെന്ന് മനസ്സിലൂടെ അങ്ങനെ ഒരു വിഷമത്തോടെ അങ്ങനെ മിന്നി മാഞ്ഞു പോയി ഈ ഒരു ഭാഗം പാടിയപ്പോൾ. മധുവിൽ എന്ത് തോന്നുന്നു? എനിക്ക് എൻ്റെ അമ്മ എൻ്റെ ചെറുതിലെ, ഞങ്ങൾ ചെറിയ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരേട്ട് വീടാണെങ്കിൽ പോലും കണിക്കൊന്നൊക്കെ പിച്ചിക്കൊണ്ട് ഞങ്ങൾ രാവിലെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അമ്മ പൊത്തിക്കൊണ്ടാണ്, നമ്മൾ കാണത്തില്ല, ആദ്യം കണി കാണണം. അമ്മ ഞങ്ങളെയൊക്കെ വിളിച്ച് കണ്ണ് പൊത്തിക്കൊണ്ട് വന്ന് തുറന്ന്, അന്ന് ദാരിദ്ര്യമായിരുന്നു, ഒരു നാണയമാണ്, ഒരു പൈസയുടെയൊക്കെ നാണയം ഞാൻ കിട്ടുന്നത്. അത് വലിയ സന്തോഷത്തോടെ സൂക്ഷിച്ച് വയ്ക്കും. അടുത്തൊരു വെറുതെ കുടുക്കയിലിട്ട് സൂക്ഷിച്ച് വയ്ക്കും ഞങ്ങൾ. ആ ഓർമ്മ ഇപ്പോൾ അമ്മയില്ല, അച്ഛനും ഇല്ല. അവിടെ ഇപ്പം തന്നെ മാസ്റ്ററോടെ വന്നിട്ട് മാസ്റ്ററാണ് വിഷുക്കൈ നീട്ടം തരുന്നത്. ഇപ്പം മാസ്റ്ററും ഇല്ല. അതുകൊണ്ടൊക്കെ ഈ വിഷമം ഈ വരികളിലൂടെ എനിക്കും ആ ഒരു വിഷമം കടന്നു പോവുകയാണ്. അടുത്ത ശിശുക്കളായുള്ള അത് ആരഭി രാഗത്തിലാണ് ചെയ്തിട്ടുള്ളത്. സരി മ പധ സ സനി ധ പ മഗരി സ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ
വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. അപ്പൊ ഈ സിനിമയോ ഈ പാട്ടിന്റെ സീനോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ആലോചിച്ചു, ഈ ഭാഗം മാത്രം പാടിയിരിക്കുന്നത് രേണുക എന്ന സിംഗറാണ്, ബാക്കിയെല്ലാം പീലിയിലാണ് പാടിയിരിക്കുന്നത്. അവിടെ എന്താണ് കുട്ടി പാടുന്ന മകനാണ്, മകൻ പാടുന്നതാണ്. ആ മകന്റെ പാട്ടിനാണ് അന്ന് ബാല കഥാപാത്രങ്ങൾക്ക് രേണുക പരസ്യം പാടിയിരിക്കുന്നത്. ഒരുപാട് പടങ്ങളിൽ രേണുക കിഴക്ക് പാട്ടും സുബ്രഹ്മണ്യ കുമാരസംഭവത്തി ബാലസുബ്രഹ്മണ്യം പാടുന്ന രേണുകയുടെ ഒരു പാട്ടുണ്ട്. അപ്പൊ എല്ലാം ആ ബാല കഥാപാത്രങ്ങൾക്ക് ഇവരൊക്കെ പാടുമായിരുന്നു. അപ്പൊ ഈ അംബികയുടെ ആ കഥാപാത്രം മകനായിട്ട് അഭിനയിക്കുന്ന ആ കഥാപാത്രം പാടുന്ന പയ്യൻ ഓമനക്കുട്ടൻ പാടുന്ന പാട്ട്. അതെ അതെ. അടുത്തത് ഹിന്ദോളം എന്ന രാഗമാണ്. സഗമധനി സാ സാനിധ മഗസ ബാലസ്ത്രീകളെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കുമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. മാസ്റ്റർ ഹിന്ദോളത്തിൽ കുറേ പാട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഹിന്ദോളം അറിയാതിരുന്നു ഞങ്ങളൊക്കെ, പലർക്കും അറിയില്ലത്. തങ്കത്തളിയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെന്ന് പാട്ട് കേട്ടോണ്ടായിരിക്കും. ഹിന്ദോളമാണ്. എൻ്റെ വളരെ തർക്കിച്ചിട്ടുണ്ട്. പിന്നെ രാഗസാഗരമേ എന്ന് പറയുന്ന നമ്മുടെ സത്യവാൻ സാവിത്രി തമ്പി സാറിൻ്റെ രചനയിലൊരു പാട്ടുണ്ട്. ഒരുപാട് പാട്ട് ഹിന്ദോളത്തിൽ 10-20-25 കാണാതിരിക്കും. അടുത്തത് വസന്ത എന്ന രാഗത്തിലാണ് ചെയ്തിട്ടുള്ളത്. സമഗമധനി സാ സാനിധ മഗരേ സാ എതിരെ ഗോവിന്ദനരികെ വന്നോര പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും വിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ടില്ലാതെ വിഷു ഇല്ല. ഇപ്പൊ ഏത് ചാനൽ എടുത്താലും വിഷുവിന്റെ സമയത്ത് പരസ്യങ്ങൾക്കാണെങ്കിലും ഈ ഒരു കണി കാണും നേരം എന്നുള്ള ഒരു ഈണമാണ് നമ്മൾ കേൾക്കുന്നത്. ചിലപ്പോൾ ആ ഗാനം ആഡ് ചെയ്ത ആൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല അത് ദേവരാജൻ മാസ്റ്റർ ചെയ്ത ഈണമാണെന്ന്. അപ്പൊ നമ്മൾ മുൻ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ഓണമാകട്ടെ, വിഷു ആകട്ടെ, കുരിശിന്റെ വഴിയാവട്ടെ, ശബരിമലയിലാകട്ടെ, എവിടെയാണ്, അതെ ക്രിസ്മസ് ആവട്ടെ, എവിടെയാണെങ്കിലും മാസ്റ്ററുടെ പാട്ട് കുറേ വർഷങ്ങൾ താണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അത് അറിയില്ല, മാസ്റ്റർ ആണ് ചെയ്തതെന്ന് അറിയില്ല. അതെ അതെ, മാസ്റ്റർ അന്ന് ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടിട്ട് ആ ഒരു സിറ്റുവേഷൻ കേട്ട് അന്ന് ചെയ്ത ഒരു പാട്ടാണ് അത്. അന്ന് ഇങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ സഞ്ചരിച്ച് ആ വേലിക്കെട്ടുകളൊക്കെ മറികടന്ന് മൊത്തം എവിടെ എന്നും കാലാധിപത്യമായിട്ട് നിൽക്കുന്നു ആ സംഗീതം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗാനം സൃഷ്ടിക്കപ്പെട്ടതിന് ഇപ്പോൾ 62 വർഷം കഴിഞ്ഞു എന്നിട്ടും അതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ കണി കാണും നേരം എന്ന ഗാനമില്ലാതെ മലയാളിക്ക് വിഷു ഇല്ല. അതുപോലെ തന്നെ ദേവരാജൻ മാസ്റ്റർ ഇല്ലാത്ത ഒരു വിഷുവും മലയാളിക്കില്ല. ആ ഗാനം ഇങ്ങനെ കാലങ്ങളോളം മലയാളക്കരയിൽ അലയടിച്ചുകൊണ്ടിരിക്കും വിഷു ദിവസങ്ങളിൽ. അതായത് ദേവരാജ മാസ്റ്റർ ഒഴിച്ചു നിർത്തിയിട്ട് മലയാളികൾക്ക് വിഷു ആഘോഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വെളിവാകുന്നത്. അപ്പോൾ ഈ വിഷുദിനത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു എപ്പിസോഡാണ് ഇതെന്ന് കരുതുന്നു, കണി കാണും നേരം എന്ന ഗാനം. അപ്പോൾ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്, എങ്കിലും ആ സിനിമ കാണാൻ കഴിഞ്ഞില്ലല്ലോ, ആ പാട്ടിന്റെ സീനുകളൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചെറിയ വിഷമം മാത്രമുണ്ട്. ഈ ഗാനത്തെ പറ്റി നിങ്ങൾക്ക് ഉള്ള ഓർമ്മകൾ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള ഓർമ്മകൾ, അന്നത്തെ വിഷു ആഘോഷത്തെ പറ്റിയും അതൊക്കെ ഇപ്പോൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകും. അപ്പോൾ അന്ന് ഈ സിനിമ കണ്ട ഓർമ്മകളും അങ്ങനെ പ്രേക്ഷകരുടെ അനുഭവങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ദേവരാജശ്രീയുടെ വിഷു ആശംസകൾ.